ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് വീഡിയോസ് ഇടാറില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആവാറായി. ഇപ്പോൾ ഒന്നാമത് സമയമില്ല. രാവിലെ എൻ്റെ എല്ലാം ജോലി കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കിടെ രാവിലത്തെ വീഡിയോസ് എടുക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ വല്ല നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് സ്കൂളിൽ യാത്ര ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോസ് എടുക്കാൻ ഓർത്തിട്ട് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ബസ്സിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ ഇറങ്ങി. അപ്പോൾ അന്ന് പിന്നെ വീഡിയോ എടുത്തു. ഇന്നിപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഒരു പ്രത്യേക ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. പിന്നെ പോണ വഴിക്ക് അവിടെ ഒരു പുളിമരം ഉണ്ട്. അപ്പോൾ പുളിമരത്തിൽ പുളി ചാടി കിടപ്പണം നോക്കണമെങ്കിൽ പുളി വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എല്ലാവരും ചീത്തറ വയറ് പാടില്ലാത്ത കാരണം പുളി കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചവിട്ടി കുട്ടിയതാട്ടോ. ഞാൻ തന്നെ ചവിട്ടി കുട്ടിയതാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് 2 പുളി കിട്ടിയിട്ടോ. അത് ഞാൻ എടുത്ത് ബാഗിലേക്ക് ഇട്ടു. രാവിലെ തന്നെ ഒരു പുളി ഇന്ന് വേറെ ഇളകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ പുളി എടുത്ത് ഞാൻ ബാഗിലേക്ക് വെച്ചു. അതുകൊണ്ട് ഞാൻ ബസ് തന്നെ കുറച്ച് ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയായിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിൽ ബോഗൺവില്ല എന്നാണ് കേട്ടോ എൻ്റെ പറയണം. നമ്മുടെ കടലാസ് ചെടിയില്ലേ അത് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടലാസ് ചെടി എന്നാണ് കേട്ടോ പറയണത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കുറേ വീഡിയോസിൽ ഇങ്ങനെ ബോഗൺവില്ല എന്ന് പേര് കേട്ടു. ഇല്ലാന്ന് പേര് കേട്ടപ്പന്നെ കേട്ടോ ഞാൻ ബോഗൺവില്ല എന്ന് പറഞ്ഞത്. ഇത് പിന്നെ നമ്മുടെ പുളിയില്ലേ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണ പുളിയിലായിട്ട് പൂവട്ടെ. ഈ പൂവ് എനിക്ക് വലിയ ഇഷ്ടമാട്ടോ. അതിൻ്റെ കളറാട്ടോ എന്നെ അട്രാക്റ്റ് ചെയ്യണത്. പിന്നെ ഇത് ആ വീട്ടിൽ നിറച്ച് പല തരത്തിലുള്ള പല കളറിലുള്ള പൂക്കൾ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം മജന്ത കളറാട്ടോ. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് പക്ഷേ ഇത് പൂക്കണ ഇപ്പോൾ സമയമാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് പൂക്കണം. പക്ഷേ അത് പൂത്ത് നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിന് വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇതൊരു പ്രത്യേകതയായിട്ട് നിൽപ്പുണ്ട്.